ഹായ് വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ജയം ജേണി. എമ്പുരാൻ കുറെ ദിവസങ്ങളായിട്ട് ഒരു 5-6 ദിവസങ്ങളായിട്ട് നമ്മൾ അടുപ്പിച്ച് എമ്പുരാന്റെ 5-6 ദിവസമല്ല, ഒരുപാട് വീഡിയോസ് നമ്മൾ അടുപ്പിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോ ഇന്ന് രണ്ട് കമന്റ് കണ്ടു. എമ്പുരാന്റെ അപ്ഡേറ്റ് ഒന്നും ഇല്ലേ, എന്താണ് ഇന്ന് വീഡിയോ ഒന്നും കണ്ടില്ലല്ലോ, എമ്പുരാന്റെ അപ്ഡേറ്റ് ഒക്കെ തീർന്നോ? ഇത് കളിയാക്കണ പോലെയാണ് ചെയ്തിട്ടുള്ളത്, കാരണം കുറെ ഇമോജീസ് ഒക്കെ തന്നിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഇന്ന് നോമ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ചൊരു ക്ഷീണം, ഇന്ന് ചെയ്യാനൊരു മൂഡില്ലാണ്ട് ഇങ്ങനെ വയ്യാണ്ടിരിക്കുകയാണ്. പക്ഷെ എനിക്ക് ഈ കമന്റ് കണ്ടപ്പോൾ അങ്ങോട്ട് വല്ലാണ്ടൊരു എനർജി വന്നു. കാരണം എമ്പുരാന്റെ അപ്ഡേറ്റ് ഇല്ലേന്നേ. റെക്കോർഡുകൾ ഓരോന്നോരോന്നായി പിഴുതെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അമ്മാതിരി പോക്കാ പോണത്. ഹൈപ്പിന്റെ കാര്യത്തിലൊന്നും ഒരു രക്ഷയില്ല. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന എമ്പുരാന്റെ അപ്ഡേറ്റ് ഇല്ലേ എന്ന് എന്ത് ചോദ്യമാണ് ബൈ. എന്തായാലും ആ അപ്ഡേറ്റ് പറയുന്ന കൂട്ടത്തിൽ ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇടയിലൂടെ പറഞ്ഞിങ്ങോട്ട് വിടാം. കാരണം അപ്ഡേറ്റ് പറയുന്നതിൽ ഉൾപ്പെടുത്തണമല്ലോ എന്നുള്ളതുകൊണ്ട് മാത്രമാണ്. ആസിഫ് അലി ഇൻ പ്രൊഡക്ഷൻ നമ്പർ 5. ജിസ് ജോയ് ആണ് ഡയറക്ട് ചെയ്യുന്നത്. ബോബി ആൻഡ് സഞ്ജയ് ആണ് ഇതിന്റെ തിരക്കഥയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സോ ഇവിടെ അവർ കൊടുത്തിട്ടുണ്ട്, ഹിയർ കംസ് അവർ നെക്സ്റ്റ് പ്രൊജക്ട് വിത്ത് ഹോപ്പ് ഇൻ അവർ ഹാർട്ട്സ്. വി സ്റ്റെപ്പ് ഇൻ ടു ദ ജേർണി വിഷിംഗ് ഇറ്റ് ബ്രിങ്സ് ദ സെയിം കണ്ടന്റ്, ഇൻസ്പിറേഷൻ, joy and fun that you have loved in our previous films, announcing it with all your prayers, love and continued support. ജസ്റ്റ് ജോയ് അതുകൊണ്ട് തന്നെ നമ്മൾ അതിൽ പ്രതീക്ഷിക്കുന്ന ഒരു എന്താ പറയുക, ഒരു പക്ക ഫീൽ ഗുഡ് സാധനം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ തന്നെ ആയിരിക്കും നല്ല രീതിയിലാണ് ഇവരുടെ പറയലും കാര്യങ്ങളൊക്കെ. എന്തായാലും അത് ഒരു കാര്യം. പിന്നെ ഇതിന്റെ കൂട്ടത്തിൽ നമുക്ക് പറയാനുള്ളത് ഒന്ന് നമ്മുടെ ടോക്സിക് എന്ന് പറഞ്ഞ സിനിമ അറിയാം. നമ്മുടെ മലയാളി സംവിധായിക ആണ് ഇതിന്റെ ഡയറക്ഷൻ. KGF ശേഷം ഗീതു മോഹൻദാസ്, KGF ശേഷം അടുത്തായി നമ്മുടെ യശ് റോക്കിംഗ് സ്റ്റാർ ചെയ്യാൻ പോകുന്ന സിനിമ. എന്തായാലും ടോക്സിക്കിന്റെ റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചിട്ട് ഇന്നലെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് പോസ്റ്റർ. 19/3/2026 ഫെബ്രുവരി മാർച്ച് 19 സിനിമ വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ജസ്റ്റ് ഒരു പോസ്റ്റർ, അത് കാര്യങ്ങൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് വലിയ ചർച്ചയായിട്ടുണ്ട്. കാരണം കുറെ ആളുകൾ അത് ഒഴിവാക്കുകയാണ്, നിർത്തുകയാണ് രീതിയിലൊക്കെ പറഞ്ഞു കേട്ടിരുന്നു. പക്ഷെ അത്തരത്തിലൊന്നും കാര്യങ്ങളില്ല. ഒഫീഷ്യലി തന്നെ എന്റെ അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട്. പിന്നെ തുടരിൽ ഒരു ഫോട്ടോ തന്നിട്ടുണ്ട്. ഇത് ഭയങ്കരമായിട്ട് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ ആണ്. കാരണം ലാലേട്ടൻ്റെ ഒരു സ്മൈൽ, പല്ല് കാണിച്ചുകൊണ്ടുള്ള ഒരു ചിരി, ഭയങ്കര ഒരു ചെറിയൊരു മാറ്റം കൂടി ഉള്ളു. അതും കൂടി കഴിഞ്ഞാൽ ലാലേട്ടൻ പക്ക ഒരു പഴയ ലാലേട്ടനേക്ക് അങ്ങോട്ട് വരും എന്നുള്ളൊരു ഫീല് കൊണ്ടുവരുന്ന രീതിയിൽ. മാത്രമല്ല നല്ല ഭംഗിയുള്ള ഒരു ഇമേജ്. അപ്പൊ കുറെ ആളുകൾ ഇത് സ്റ്റാറ്റസ് ഇടുകയും സ്റ്റോറി ഇടുകയും കുറെ ഫാൻ പേജിൽ ഇത് വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് അവിടെ വെക്കുന്നു. അതിന്റെ കൂട്ടത്തിൽ തുടരിന്റെ സെൻസറിങ് ഇന്നലെ കഴിഞ്ഞിട്ടുണ്ട്. 2 മണിക്കൂർ 46 മിനിറ്റ് ആണ് ഇതിന്റെ ഡ്യൂറേഷൻ. UA16+ സർട്ടിഫിക്കറ്റ് ആണ് വന്നിട്ടുള്ളത്. ഇവിടെ മൂവി നെയിം തുടരും, മലയാളം, UA16+, തിരുവനന്തപുരം സർട്ടിഫൈഡ് ബൈ. പിന്നെ സർട്ടിഫൈഡ് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് ആവശ്യമില്ല. പിന്നെ ഇതിന്റെ ചെറിയൊരു പ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. ആ പ്ലോട്ട് ഒന്ന് പറയേണ്ടതായിട്ടുണ്ട് എന്ന് തോന്നി. ഇൻ ദി ക്വയറ്റ് ഹിൽ ടൗൺ ഓഫ് റാന്നി, പത്തനംതിട്ടയിലെ റാന്നി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഷൺമുഖൻ നാവിഗേറ്റ്സ് ലൈഫ് ആസ് എ ഹംബിൾ ടാക്സി ഡ്രൈവർ ആയിട്ടാണ് അവിടേക്ക് വരുന്നത്. ബട്ട് ഹിസ് ഹാർട്ട് ബിലോങ്സ് ടു വൺ തിങ്. ഒരു കാര്യത്തിലാണ് പുള്ളി ഭയങ്കരമായിട്ട് കോൺഷ്യസ് ആയിട്ടുള്ളത്, ഹിസ് ഓൾഡ് അംബാസഡർ കാർ. അദ്ദേഹത്തിന്റെ അംബാസഡർ കാറും അതും തമ്മിലുള്ള ഒരു ആത്മബന്ധം. ടു അതേഴ്സ് ഇറ്റ് മേ ബി ജസ്റ്റ് അൻ ഏജിങ് വെഹിക്കിൾ. മറ്റുള്ളവർക്കൊരു പഴയ വണ്ടി, ഇത്രയേ ഉള്ളൂ. ബട്ട് ടു ഷൺമുഖം ഇറ്റ് ഈസ് ലൈക്ക് എ പാർട്ട് ഓഫ് ഹിസ് ഫാമിലി. സ്വന്തം ഫാമിലി മെമ്പറിനെ പോലെയാണ്. ഈ ഫേസ്ഡ് എ ജേർണി filled with challenges, okay, proving just how far he is willing to go for something. So അദ്ദേഹത്തിന്റെ യാത്രയിൽ ഒരു വളരെ ചലഞ്ച് നിറഞ്ഞിട്ടുള്ള ഒരു സംഭവം വരുന്നു. അപ്പോൾ അതിനൊക്കെ നേരിടാൻ വേണ്ടി പുള്ളി ഏതറ്റം വരെ പോകും തുടങ്ങിയുള്ള കാര്യങ്ങളാണ് ഈ സിനിമയുടെ പറയാൻ പോകുന്നത്. പിന്നെ ഒരു ഓർഡിനറി പേഴ്സൺ ആയിട്ടുള്ള, വളരെ സാധാരണക്കാരനായിട്ടുള്ള ആയിട്ടാണ് വരുന്നത്, നമുക്കറിയാം. സോ എമ്പുരാന് ശേഷം എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് പുള്ളി നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോഴും ഈ കഥ നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് എന്ന് തോന്നുന്നുണ്ട്. പ്ലോട്ട് കേൾക്കുമ്പോൾ നമുക്ക് അതിൽ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. പുള്ളിക്കാരൻ ഇത്തരത്തിലുള്ള വളരെ നാച്ചുറൽ ഉള്ള ക്യാരക്ടർ ചെയ്ത് കാണാൻ നമുക്കൊക്കെ ഇഷ്ടമാണ്. സോ എമ്പുരാന് ശേഷം വീണ്ടും ആഘോഷിക്കാൻ നമുക്കൊരു സിനിമ തരുൺ മൂർത്തി തരുന്നുണ്ട്. 2 മണിക്കൂർ 46 മിനിറ്റ് ഡ്യൂറേഷൻ. ജസ്റ്റ് അതങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കാര്യത്തിലേക്ക് അടക്കാം. അതായത് അപ്ഡേറ്റ് ഒന്നും ഇല്ലേ എന്ന് ചോദിച്ചവരോടാണ് ആദ്യത്തേത്. ഇതൊക്കെ ലാലേട്ടൻ ഹബ് ഒഫീഷ്യൽ എന്ന് പറഞ്ഞിട്ടുള്ള ഫാൻ പേജിൽ വന്നിട്ടുള്ള കുറെ കാര്യം ട്രോൾ ഞാൻ ഇവിടെ വെക്കുന്നുണ്ട് കേട്ടോ. 27 രാവിലെ 6 മണി മുതൽ 30 രാത്രി 12 മണി വരെ 24 മണിക്കൂർ നിർത്താതെ എമ്പുരാൻ വേണ്ടി ഷോ ചാറ്റ് ചെയ്ത് തൃശൂർ രാഗം അവരുടെ രാജാവിനെ
വരവേൽക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് 27 മുതൽ 30 രാത്രി വരെ 6 മണി മുതൽ 12 മണി വരെ 24 മണിക്കൂർ നിർത്താതെ ഷോ. ആദ്യത്തേത്. ഇനി അടുത്തിലേക്ക് വരികയാണെങ്കിൽ ഹിസ്റ്റോറിക് മൈൽ സ്റ്റോൺ, ഫസ്റ്റ് മലയാളം സിനിമ ടു സ്ക്രീൻ ഇൻ പട്ടായ, തായ്ലൻഡ്. തായ്ലൻഡിൽ സ്ക്രീൻ ചെയ്യുന്ന ആദ്യത്തെ മലയാള സിനിമയായിട്ട് എമ്പുരാൻ മാറിയിരിക്കുകയാണ്. ഇനി വേണോ? കേട്ടോ, യൂട്യൂബിൽ ഇതിന്റെ ട്രെയിലർ 10 മില്യൺ പ്ലസ് ഇന്നലെ തന്നെ പോയിട്ടുണ്ട്. അത് മറ്റൊരു സംഭവം. ഒരു മലയാള സിനിമയ്ക്ക് കർണാടകയിൽ 1000-ലധികം ഷോയോ. എമ്പുരാനെതിരെ ബോയ്ക്കോട്ട് ആഹ്വാനമായി കന്നഡ പേജ്. എന്ത് ബോയ്ക്കോട്ട് അടിച്ചിട്ടും കാര്യമില്ല, നമ്മൾ തൂക്കും എന്ന് പറഞ്ഞാൽ തൂക്കും. പാൻ ഇന്ത്യൻ തൂക്കായിരിക്കും, നോ വറീസ്. ഇനി കഴിഞ്ഞ പ്രാവശ്യം ഇപ്പൊ കുറേ എന്താ പറയാ, ലാലേട്ടന്റെയും പൃഥ്വിരാജിന്റെ ഒക്കെ ഇന്റർവ്യൂസ് വരെ നമ്മൾ കാത്തിരിക്കുന്ന പോലെ ഒരു മലയാളം ഇന്റർവ്യൂ വന്നിട്ടില്ലെങ്കിലും ഫുൾ മറ്റുള്ള സ്ഥലങ്ങളിൽ, പുറത്ത് സ്ഥലങ്ങളിലേക്കാണ് പോകുന്നത്. ഒരു പക്ഷേ തോന്നുന്നു സിനിമയോട് അടുപ്പിച്ച് ഒരു 25-ാം തീയതിയോ ഒക്കെ ആയിട്ട് നല്ലൊരു ഇന്റർവ്യൂ മലയാളത്തിൽ വരും എന്ന് പ്രതീക്ഷിക്കാം. ഇന്നിപ്പോ ഗലാട്ട പ്ലസിന് ലാലേട്ടൻ ഒറ്റക്കൊരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടില്ല, കാണാൻ വേണ്ടി എടുത്തു വെച്ചാണ്. അപ്പോഴേ ചോദ്യം കണ്ടത്. അപ്പോ അതിലൊരു ചോദ്യം വന്നിട്ടുണ്ട്, ഒരു ഹിസ്റ്റോറിക് എപ്പിക് മൂവി ഇനി ചെയ്യുമോ എന്നൊരു ചോദ്യം. അത് ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ട്. അപ്പൊ എല്ലായിടത്തും കാണാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ്. അതായത് ചോദ്യത്തിന് ആൻസർ ചെയ്ത് പ്രത്യേകിച്ച് ജസ്റ്റ് ലാലേട്ടൻ നോക്കുന്നു, ലാലേട്ടൻ ജസ്റ്റ് പൃഥ്വിരാജിനെ നോക്കുന്നു. ഷുവർ എന്നാണ് നമ്മുടെ പൃഥ്വിരാജ് പറഞ്ഞിട്ട് യെസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ അതൊരു വലിയ സംഭവമാണെന്ന രീതിയിൽ ചർച്ച കേൾക്കുന്നുണ്ട്. അത് പൃഥ്വി തന്നെ ഡയറക്റ്റ് ചെയ്ത സിനിമ ആയിരിക്കുമോ അതോ ലാലേട്ടന്റെ 2ാം ഊഴം ആയിരിക്കുമോ എന്ന രീതിയിൽ ഭയങ്കരമായിട്ടുള്ള സംസാരങ്ങൾ കേൾക്കുന്നു. 2ാം ഊഴം കുറെ ആയിട്ട് നമ്മൾ എന്താ പറയാ, അധികം ചർച്ചയിൽ വരാത്തൊരു സിനിമയാണ്, ഒഴിവാക്കിയില്ലെന്ന് വരെ അറിയാത്തൊരു സിനിമയാണ്. എന്തായാലും അടുത്തത് തന്റെ സിനിമ ഇറങ്ങുന്ന അതേ ദിവസം തന്നെ എമ്പുരാന് ടിക്കറ്റ് എടുത്ത് അഭിലാഷത്തിന്റെ നിർമ്മാതാവ്. കാരണം അഭിലാഷം എന്ന് പറഞ്ഞ സിനിമ 27-ാം തീയതിയാണ് റിലീസിന് വരുന്നത്. ഒരു പക്ഷേ എമ്പുരാൻ ഡേറ്റ് മാറ്റിയേക്കാം എന്നുള്ള രീതിയിൽ ചർച്ചകൾ വന്നിരുന്നു. ആ സമയത്താണ് അഭിലാഷത്തിന്റെ ഡേറ്റ് പുറത്തു വന്നത്. ബട്ട് എമ്പുരാന്റെ ഡേറ്റിൽ യാതൊരു മാറ്റവും വന്നില്ല. പകരം ലൈക്കെ പുറത്താക്കിയിട്ട് അതുക്കും മേലുള്ള വലിയ ടീമിനെ അണ്ണന്മാരെ അങ്ങോട്ട് തൂക്കാണ് ചെയ്തത്. സോ അഭിലാഷിന്റെ ഡയറക്ടർ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കുന്നത് എമ്പുരാന് വേണ്ടിയിട്ടാണ്. അത് പുള്ളിക്കാരനെ സപ്പോർട്ട് ചെയ്ത് കുറെ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇതൊക്കെ ഒരു അപ്ഡേറ്റ് ആണോ ചോദിച്ചാൽ അതെ. കാരണം അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തിറക്കുന്ന സിനിമയാണ് അഭിലാഷം. അതിന് പോകാതെ പോകുന്ന എമ്പുരാനാണ്. എന്താണ് ഉണ്ടാക്കിയിട്ടുള്ള ഓളം? അത് അപ്ഡേറ്റ് അല്ല. പിന്നെ എമ്പുരാൻ ഫസ്റ്റ് എവർ 30 crore ഓപ്പണിംഗ് ഡേ ഫോർ മോളിവുഡ്. ആദ്യത്തെ ഓപ്പണിംഗ് ഡേ 30 കോടി, ഫസ്റ്റ് എവർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി വേണം 645K. എത്ര? 645K പ്ലസ്. ദി മോസ്റ്റ് നമ്പർ ഓഫ് ടിക്കറ്റ്സ് booked ever in Indian cinema via Book My Show in the first 24 hours. ആദ്യത്തെ 24 മണിക്കൂർ ഒറ്റ ദിവസം കൊണ്ട് 645K പ്ലസ്. അത് 645.6 അങ്ങനെ എന്തോ ആണ് എക്സാക്ട് ഒരു നമ്പർ വന്നിട്ടുള്ളത്. അപ്പോ ഇതല്ലാതെ ഇനി പറയാനുള്ളത് എന്താ വെച്ചാൽ, നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും, ഒരു കമ്പനി എമ്പുരാൻ കാണാൻ വേണ്ടി അന്ന് ലീവ് കൊടുത്തിരിക്കുകയാണ് അവിടുത്തെ എംപ്ലോയീസിനൊക്കെ. ഇന്ന് വരുന്ന വാർത്ത എന്താ വെച്ചാൽ, നമ്മുടെ ഏഷ്യൻ ന്യൂസിലെങ്ങാണ്ട് അതിന്റെ ന്യൂസ് ഒക്കെ വന്നിട്ടുണ്ട്. അതിന്റെ കുറെ പോസ്റ്റേഴ്സും ട്രോളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിനുശേഷം ബാംഗ്ലൂരിലൊരു കോളേജ് 27-ാം തീയതി അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് എമ്പുരാൻ കാണാൻ വേണ്ടി. എൻ്റെ അമ്പോ, എന്തൊക്കെയാണ്. ഇനി വേറൊരു കാര്യം പറയല്ല, നമ്മുടെ അഖിൽ മാരാർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഭയങ്കര ചർച്ചയായിട്ടുണ്ട്. പുള്ളി പറഞ്ഞിട്ടുള്ള തള്ളി തള്ളി കുഞ്ഞാലി വരക്കാർ സിനിമയുടെ അവസ്ഥ ഉണ്ടാവരുത് എന്നുള്ളതാണ്. അതായത് തള്ളി വരച്ച് എമ്പുരാൻ സിനിമയെ നശിപ്പിക്കരുതെന്ന് അഖിൽ മാരാർ. ചിത്രത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ പങ്കുവെക്കവെയാണ് അഖിൽ മാരാറുടെ പരാമർശം. തള്ളി തള്ളി എമ്പുരാൻ നശിപ്പിക്കരുത്, കുഞ്ഞാലി മരക്കാർ സിനിമയുടെ അവസ്ഥ ഉണ്ടാവരുത്, ആ ചിത്രത്തിന് ഓവർ ഹൈപ്പായിരുന്നു എന്നാണ് അഖിൽ മാരാർ പറഞ്ഞത്. പക്ഷെ ആ ചിത്രം ഓവർ ഹൈപ്പ് ആയതുകൊണ്ട് മാത്രം ഫ്ലോപ്പ് ആയിട്ടുള്ള സിനിമയല്ല. ഇപ്പോ അത് അതിനെ സപ്പോർട്ട് ചെയ്തും ഒരുപാട് ആളുകൾ വരും. സപ്പോർട്ട് ചെയ്ത് വരുന്ന ആളുകളോട് പറയാനുള്ളത്, അങ്ങനെ ഹൈപ്പിന്റെ പേരിൽ പൊട്ടിത്തരിപ്പണമായി പോവുകയാണെങ്കിൽ ഇവിടെ എത്രയോ സിനിമകൾ ഹിറ്റ് അല്ലാതെ പോകണം. മനസ്സിലായില്ലേ? ഇനി ഒന്നും മിണ്ടാത്തതിന്റെ പേരിൽ ഹിറ്റ് ആവുമെങ്കിൽ എത്രയോ സിനിമകൾ ഇവിടെ വൻ ഹിറ്റായി മാറണം. സോ സിനിമ നല്ലതാണെങ്കിൽ, പറയുന്ന പ്ലോട്ട് നല്ലതാണെങ്കിൽ, മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ ആളുകൾക്ക് അക്സെപ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ എൻജോയ് ചെയ്യാനും പറ്റുന്നുണ്ടെങ്കിൽ, നല്ല സ്ക്രീനും നല്ല കഥയും ഒക്കെ ആണെങ്കിൽ ആ പടം എല്ലാ സമയത്തും ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഹിറ്റായിട്ടുണ്ട്. ഇവിടെ എമ്പുരാനെ സംബന്ധിച്ച് ഒരു 90% ഓക്കെ ഫീലാണ് തന്നിട്ടുള്ളത്. പിന്നെ ഈ ടീം തന്നെ, സ്വന്തം എമ്പുരാൻ ടീം തന്നെ ഇമ്മാരി ഹൈപ്പ് കയറുന്ന രീതിയിലുള്ള സാധനങ്ങൾ അങ്ങോട്ട് തന്നു കഴിഞ്ഞാൽ
എങ്ങനെയാണ് മനുഷ്യന്മാരെ നമ്മൾ ഇത് എൻജോയ് ചെയ്യുന്നത്? നമ്മൾക്ക് മനുഷ്യനല്ല പുള്ളേ, മറ്റേ പറയുക മനുഷ്യന്മാരല്ലേ. സോ നല്ല കിടിലൻ സാധനം വരുന്നത്. സിനിമനെ പ്രേമിക്കുന്ന ആൾക്കാർക്ക് ഒന്ന് കോരിത്തരിപ്പ് ഉണ്ടാവും, ഒരു രോമാഞ്ചം ഉണ്ടാവും, കാത്തിരിപ്പ് ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. പിന്നെ പറയാനുള്ളത്, ഇതിൽ എല്ലാ സമയത്തും പറയുന്ന പോലെ പല തരത്തിലുള്ള ഗസ്റ്റ് റോളുകളെ കുറിച്ചും അതല്ലാതെ ക്യാമിയോ ആളുകളും അല്ലാതെ വേറെ പല ആളുകളുടെയും പേര് കേൾക്കുന്നുണ്ട്. ഒരാളെയും പ്രതീക്ഷിക്കണ്ട, ഒരാളും വേണ്ട. എന്തിനാ നമുക്കൊരു ലാലേട്ടൻ അവിടെ ഇല്ലേ? മതി. പൃഥ്വിയില്ലേ? സയ്യിദ് മസൂദിനൊക്കെ ലുക്ക് എന്താ? പോവുക, ലൂസിഫറിന്റെ അടുത്ത പാർട്ട് കാണുക, എൻജോയ് ചെയ്യുക, പോരുക.